രാവിലെ 6 മണി മുതൽ ഞാനും മോനും കൂടെ ഒരു അംഗംവെട്ടലും കഴിഞ്ഞിട്ടാണ് ദേണ്ട ഈ സ്കൂൾ ബാഗും പാക്ക് ചെയ്ത് ഇവിടെ നിൽക്കുന്നത് സ്കൂളിൽ പോവാൻ. 3 വർഷമായിട്ട് മുടങ്ങാതെ ഡെയിലി പൂ തരുന്ന ഒരു ചെമ്പരത്തിയാണ് കേട്ടോ ഇത്. ഞാനും ചെയ്തിട്ടും കൂടെ മോന്റെ സ്കൂൾ വണ്ടി വരുന്നത് നോക്കിയുള്ള നിൽപ്പാണ് കേട്ടോ. ഇന്നലെ ഈ റോസയിൽ നന്നായിട്ട് നിന്നൊരു പൂവായിരുന്നു. ദേ ഒറ്റ ദിവസം കൊണ്ട് പുഴു കംപ്ലീറ്റ് തിന്ന് തീർത്ത് കളഞ്ഞ്. അത് പിന്നെ പുഴുവിനും എല്ലാം തിന്നണ്ടെന്നാണെങ്കിൽ പൈസ കൊടുത്ത് കടയിൽ പോയി വല്ലതും മേടിച്ചു കഴിച്ചൂടെ? ഞാൻ നടന്ന റോസ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് കഴിക്കാൻ. 2 വർഷം മുന്നേ നന്നായിട്ട് കൊല കുത്തി കായ്ച്ചോണ്ടിരുന്നൊരു നാരകമായിരുന്നു. പക്ഷെ ഇപ്പൊ ദേ കായും ഇല്ല പൂവും ഇല്ല. നമ്മുടെ മുളകൊക്കെ മൂത്ത് തുടങ്ങി കേട്ടോ. ഇത് ഒരെണ്ണം അങ്ങോട്ട് പഴങ്കഞ്ഞിൽ പൊട്ടിച്ചൊരു കുടി അങ്ങോട്ട് കുടിച്ചാലുണ്ടല്ലോ ആഹാ കണ്ട കടാകടം വരെ കത്തിപ്പോവും. ഈ ഒരു മുട്ടപ്പഴത്തിന്റെ ചെടി അമ്മ ഇവിടെ കൊണ്ട് നട്ടിട്ട് 8 വർഷത്തോളം ആയേ. ഇതുവരെ കായ്ച്ചില്ല. പക്ഷെ അമ്മയെക്കാളും പൊക്കം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെടികളെല്ലാം നോക്കി വായി നോക്കി നടന്നപ്പോ കണ്ണന്റെ കോളും വന്നു. കൂടെ മോന്റെ സ്കൂൾ വണ്ടി വന്നിട്ടുണ്ട്. ദേ ഓടുന്നുണ്ട് കേട്ടോ അവൻ. മോ സ്കൂൾ വണ്ടി കയറി പോയതുകൊണ്ട് ശീതൂടി ഇനി കുറച്ചു നേരത്തേക്ക് മൗനജാതയിലായിരിക്കും കേട്ടാ. സ്കൂൾ വണ്ടി പെട്ടെന്ന് വന്നപ്പോ കണ്ണൻ വിളിച്ചോണ്ടിരുന്ന ഫോൺ ഞാൻ ഇവിടെ എവിടെയോ വച്ചിട്ടാണ് പോയതേ. ഭാഗ്യം ദേ ഇരിപ്പുണ്ടേ. വെപ്രാളത്തിനിടയ്ക്ക് വെള്ളത്തിലൊന്നും പോയിട്ടില്ല. എന്റെ അമ്മേ ദേണ്ട നടക്കുന്ന കോക്രോച്ചല്ലേ. കുറച്ച് കഴിഞ്ഞപ്പോ കണ്ണൻ പിന്നെയും വിളിച്ചു കേട്ടോ. നാളെ ഞങ്ങളൊരു ലോങ് ട്രിപ്പ് പോവുകയാണ്. അപ്പൊ അതിനെ കുറിച്ചുള്ള പ്ലാനിങ്ങും കാര്യങ്ങളുമാണ് ദേണ്ട ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത പരിപാടി ശീതൂട്ടിയെ എങ്ങനെയെങ്കിലും ഒന്ന് ഉറക്കണം. എന്നാലേ എനിക്ക് ബാക്കി ജോലികളെല്ലാം പെട്ടെന്ന് തീർക്കാൻ പറ്റും. പക്ഷെ അവൾ എങ്ങനെയൊക്കെ നോക്കിയിട്ടും ഉറങ്ങുന്നേ ഇല്ലായിരുന്നു. ദേണ്ട ചിരിച്ചോണ്ടിരിക്കുന്നുണ്ടല്ലേ സാധനം. സത്യം പറഞ്ഞാൽ ബെഡ്ഷീറ്റ് പോലും മടക്കി വെച്ചിട്ടില്ല. എവളൊന്ന് ഉറങ്ങിയിട്ട് വേണം ബെഡ്ഷീറ്റ് എല്ലാം മടക്കി വെക്കാനും പിന്നെ ഈ റൂമൊക്കെ ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കാനും. അങ്ങനെ ശീതൂട്ടിയെ ഉറക്കല് പരിപാടി ഏകദേശം 2 മണിക്കൂർ നീണ്ടുപോയേ. അത് കഴിഞ്ഞപ്പോ ദേ ജസ്റ്റ് ഒന്ന് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ കിടന്ന് ഉറങ്ങുന്ന കുരിപ്പ് ഉറക്കത്തിൽ നിന്ന് ഉണരുന്നതിന് മുന്നേ എനിക്ക് ഷമുയാകണം. കംപ്ലീറ്റ് പണിയും തീർക്കണം കേട്ടാ. വേണ്ട ഒരു ലോഡ് തുണികള് റൂമിന്റെ അവിടെ ഇവിടെ വാരി കൂട്ടിയിട്ടുണ്ട്. എല്ലാം കഴുകിയതാണ്. ഇനി എല്ലാം മടക്കി വെക്കണം. ഇവിടെ റൂമിൽ ടവർ ഫാൻ ഉപയോഗിക്കുന്നതുകൊണ്ടാണോ എന്ന് അറിയാൻ വയ്യ. പെട്ടെന്ന് വലയും പൊടിയും എല്ലായിടത്തും പിടിക്കുന്നു. ഇനി ഈ കാണുന്ന പണ്ടാരം വലയും പൊടിയും കംപ്ലീറ്റ് അടിച്ച് വാരി വൃത്തിയാക്കുമ്പോഴേക്കും ഞാൻ തുമ്മി ഒരു പരുവമായി ഐസിയിലാവും മക്കളെ. അപ്പൊ അങ്ങനെ നമ്മുടെ അംഗം നമുക്ക് തുടങ്ങുകയല്ലേ. ഇനിയിപ്പോ ഇരുന്നും കിടന്നും നിന്നും എല്ലാം പണിയോട് പണികളാണേ. ആദ്യത്തെ പരിപാടി ബെഡിന്റെ മുകളിൽ കിടക്കുന്ന കംപ്ലീറ്റ് ഷീറ്റുകളും പറക്കി കൂട്ടി മടക്കി വെക്കുക എന്നുള്ളതാണ്. ഇതൊരു 1.5 ചടങ്ങാണ്. രാവിലെ എടുത്ത് മടക്കി വെക്കുക, രാത്രി എടുത്ത് നൂത്തിടുക. എന്തൊരു കഷ്ടപ്പാടാണെന്ന് നോക്കണം. ഒരാൾക്ക് മൂടാനും വിരിക്കാനുമായിട്ട് 2 ഷീറ്റ് ഉണ്ട്. പിന്നെ എങ്ങനെ കഷ്ടപ്പാടില്ലാതിരിക്കും. അങ്ങനെ ഷീറ്റുകളെല്ലാം മടക്കി പറക്കി വെച്ചതിന് ശേഷം അടുത്ത പരിപാടി ഡ്രസ്സുകളെല്ലാം ഓരോന്നും ഓരോ സ്ഥലത്ത് മടക്കി വെക്കണം കേട്ടാ. എന്ന് വെച്ചാല് പിള്ളേർക്കുള്ളത് ഒരു സ്ഥലത്ത്, എനിക്കുള്ളതെല്ലാം വേറൊരു സ്ഥലത്ത്. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് മടക്കി മടക്കി വയ്ക്കണം എന്റെ പൊന്നു മക്കളെ. ഈ തുണികൾ അലക്കി പറക്കി മടക്കി വെക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ ഓർക്കും വർഷത്തിൽ ഒരു ഡ്രസ്സേ ഒരാൾക്ക് എടുക്കാവൂന്ന്. ഇനി മടക്കി വൃത്തിയാക്കി എടുത്ത തുണികളെല്ലാം കൊണ്ടുവന്ന് അലമാരക്കകത്ത് വെക്കണം. അതിനാണ് ദേണ്ട ഈ പോണത് കേട്ടാ. ദേണ്ട ഈ കാണുന്ന ഡ്രസ്സ് ശീതൂട്ടിയുടെ ചോറ് കൊടുപ്പിന് എന്റെ ഫ്രണ്ടായ വിദ്യാമ തന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ് കേട്ടോ ഇത്. 2 മണിക്കൂർ കൊണ്ട് 3000 പാട്ടും പാടി കഷ്ടപ്പെട്ട് ഉറക്കിയ ഒരുത്തിയാണ് ദേണ്ട ഈ ബ്ലിങ്കസ്യാന്ന് പറഞ്ഞു ഉണർന്നിരിക്കുന്നത്. ഒന്നാമത് വികലാംഗ പെൻഷൻ എഴുതി കൊടുക്കാറായ സ്റ്റാൻഡാണ്. മിക്കവാറും ബാക്കി കൂടെ അവളൊന്ന് പൊട്ടിക്കും. ഇത് കണ്ടിട്ട് സർജറിക്ക് പോകണമെന്ന് ആരും വിചാരിക്കരുതേ. അടിച്ചു വരാൻ പോവാണ്. ദേണ്ട ഉറക്കത്തിൽ നിന്ന് വന്നിട്ട് ഞാൻ മടക്കി വെച്ച മോന്റെ പുതിയ ഷഡ്ഡി എടുത്ത് അവള് കരുതി കൂടി ഇട്ടോണ്ടിരിക്കുന്നു. ഇതിന് ഹാരമാണെന്നങ്ങനെ വിചാരിച്ചോ എന്തോ കൊച്ച്. ഞാൻ വഴക്ക് പറഞ്ഞോണ്ടാണ് ദേണ്ട ഈ കണ്ണുരുട്ടി എന്നെ പേടിപ്പിക്കുന്നത്. ഈ വലയെല്ലാം കൂടെ അടിച്ച് വാരി കഴിയുമ്പോൾ മിക്കവാറും ഞാൻ ഒരു വഴിയാവും. ഈ റൂമിനകത്ത് എന്നും ടവർ ഫാൻ മേടിച്ചു വെച്ചോ അന്ന് മുതൽ ദേണ്ട ഇതുപോലെ പൊടിയും വലയുമാണ്. ഒരു ദിവസം അങ്ങനെ ഈ റൂം ഒന്ന് തൂക്കാൻ മറന്നു പോയാ പിന്നെ ഇതിനകത്ത് കയറി കിടക്കാനാരും വിചാരിക്കണ്ട. തുമ്മി 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 മനുഷ്യന്റെ അടപ്പളവും. ചീതുട്ടിക്ക് പുതിയ ഷഡ്ഡി കിട്ടിയതിന്റെ സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. ദേണ്ട തകർത്ത് പിടിച്ച് അത് വെച്ചിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടേ. വലയെല്ലാം കൂടെ റൂമിന്റെ ഉച്ഛ്രാണി വരെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പോയി ഒരു കസേര എടുത്തോണ്ട് ഇട്ടിട്ട് അതിന്റെ മണ്ട കയറി നിന്നിട്ടായിരുന്നു അടുത്ത അംഗം. അതിനിടയ്ക്ക് നൈസായിട്ട് ശീതൂട്ടി ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് മെത്തയുടെ മണ്ടയിലിട്ട് ഒഴിച്ചു കേട്ടാ. ഞാൻ ഒരു സൈഡിൽ കൂടെ പണി തീർത്തോണ്ട് വരുമ്പോ അവൾ എനിക്ക് മറ്റേ സൈഡിൽ കൂടെ പണി തന്നോണ്ടിരിക്കുകയാണ്. നല്ല 8ന്റെ പണി. ഈ കട്ടിലൊന്ന് പൊക്കി മാറ്റിയുടെ മൺചിത്രത്താഴിലെ ഗംഗയെ വിളിച്ചാതെയായിരുന്നു. പുള്ളിക്കാരിയാണെങ്കിൽ പെട്ടെന്ന് എടുത്ത് മാറ്റിയിട്ടതാണ്. ഒരു പഞ്ചായത്തിലെ സകല പൊടിയും ചപ്പും ചവറുകളും ഉണ്ടായിരുന്നു എന്റെ കട്ടിലിന്റെ കീഴിൽ. ഹരിതകർമ്മ സേനക്കാർക്ക് പോലും ഒരു ദിവസം ഇത്രയും പേപ്പർ എടുക്കാൻ കാണൂല. അങ്ങനെ തൂത്ത് മനുഷ്യന്റെ നട്ടലും ഒടിഞ്ഞ് മണ്ടയ്ക്കകത്ത് മൊത്തം ഒരു ലോഡ് പൊടിയും കയറി. ഞാൻ ഈ ബെഡ്ഷീറ്റ് വിരിച്ചിടുമ്പോ നിങ്ങൾ വിചാരിക്കും ഇതിന് ഒരാഴ്ചത്തേക്ക് ഇങ്ങനെ കിടക്കുമെന്നല്ലേ. എവിടെ നിന്ന് 10 മിനിറ്റ്. അത് കഴിയുമ്പോൾ എന്റെ വീട്ടിലെ 2 കുട്ടിക്കുരുപ്പും കൂടെ ചവിട്ടി വാരി എവിടെയെങ്കിലും കളയും. അതിനിടയ്ക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്ന പാവ എടുത്തൊന്ന് കമ്പനി എടുക്കാൻ ഡാൻസ് കളിച്ചതായിരുന്നു. അപ്പൊ തന്നെ ശീതൂട്ടിക്ക് പാവ വേണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നേ. അല്ലെങ്കിൽ എന്റെ ഈ മുട്ടക്കാട്ട ശരീരത്ത് ഒളിഞ്ഞു കിടക്കുന്ന കലാവാസന പുറത്തെടുക്കാൻ എന്റെ മക്കൾ സമ്മതിക്കൂല. അല്ലെങ്കിൽ പണ്ടേ ഞാൻ വല്ല മൈക്കിൾ ജാക്സണും ആയിപ്പോയനെ. ഇനി ഈ റൂം കണ്ടിട്ട് നിങ്ങൾ ആരും പറയരുത് ഞാൻ വൃത്തിയാക്കിയതാണ് അത് വൃത്തികേടാക്കിയതാണെന്ന് കേട്ടാ. എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റും. കണ്ട ഒരു മാങ്ങാണ്ട് റൂമാണെങ്കിലും അടിച്ചു വാരാൻ തുടങ്ങി കഴിഞ്ഞാൽ മനുഷ്യന്റെ നട്ടലളവും. വേണ്ട കൃഷ്ണൻകുട്ടി നായര് എല്ലാം കണ്ട് രസിച്ച് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടാ. തൊട്ടപ്പുറത്ത് കൃഷ്ണന് കൂട്ടായിട്ട് കൃപാസനം മാതാവും ദേണ്ടിരിപ്പുണ്ടേ. സാധാരണ രാവിലെ ശീതൂട്ടി ഉറങ്ങി ഉടനെ ഞാൻ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കാൻ കയറുവേ. ഇന്ന് റൂം വൃത്തിയാക്കാൻ ഉണ്ടായിരുന്ന
ഉണ്ടായിരുന്നുണ്ട് ഫുഡ് ഉണ്ടാക്കാൻ താമസിച്ചു കേട്ടോ. അമ്മയച്ഛനും വരുന്നതിന് മുന്നേ പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കണം. അമ്മയച്ഛനും വരുന്നതിന് മുന്നേ ഫുഡ് പെട്ടെന്ന് ഉണ്ടാക്കണം എന്ന് അങ്ങോട്ട് പറഞ്ഞു തീർന്നില്ല. അതിനിടയ്ക്ക് ദേണ്ട വെളിയിൽ വണ്ടി വന്ന് നിന്ന് കേട്ടാ. അമ്മയച്ഛനും വന്ന് രാവിലെ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് അമ്മ തോട്ടത്തിൽ നിന്ന് വന്നപ്പോ പഴമൊക്കെ മേടിച്ചാണ് വന്നതേ. അമ്മയെ കണ്ടുടനെ ചെയ്തോട്ടി കൊരങ്ങന്റെ കുട്ടി കയറി ഇരിക്കുന്ന പോലെ ദേണ്ട അള്ളി പിടിച്ചിരിക്കുന്ന കേട്ടാ. ഇന്നത്തെ ദിവസം ഉറക്കം എഴുന്നേറ്റതിന് ശേഷം ദേണ്ട ഇപ്പോഴാണ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് കേട്ടാ. അത് നല്ല ഒന്നാന്തരം തേങ്ങ വെള്ളം. തേങ്ങയുടെ ഒക്കെ വില കാണുമ്പോൾ സത്യം പറഞ്ഞാൽ തേങ്ങ കടയിൽ നിന്ന് മേടിച്ചിട്ട് അരമരയ്ക്കകത്തുണ്ടെന്ന് പൂട്ടി വെക്കാൻ തോന്നും. പക്ഷെ എനിക്ക് പുട്ടും ഉപ്പുമാവൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് തേങ്ങ വേണേ. ഞാൻ ഇവിടെ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോ ദേണ്ട ഇതുപോലെ ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർക്കാറുണ്ട് കേട്ടാ. എനിക്ക് പുട്ടിന്റെ കൂടെ ഉപ്പുമാവിന്റെ കൂടെ ഒന്നും പഴം കഴിക്കുന്നത് ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ എനിക്ക് പപ്പടം കാച്ചാന്ന് വിചാരിച്ചു. നല്ല പപ്പടവും ഉണക്കമുളക് വറുത്തൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അത് മതി കേട്ടാ. അല്ലാതെ പഴമൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. ഞാൻ ഈ ഉപ്പുമാവ് കഴിക്കുന്ന കാണുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന നേരം എടുത്തതേ ഉള്ളൂ എന്നല്ലേ. ഇത് ഉച്ചയ്ക്ക് 2 മണിക്കാണ്. ഞാനിവിടെ വീട്ടിൽ ആരും ഇല്ലെങ്കിൽ രാവിലത്തെ ഫുഡ് കഴിക്കാറില്ല. അമ്മയും അച്ഛനും തോട്ടത്തിൽ നിന്നൊക്കെ പോയിട്ട് വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. എനിക്ക് അതേ ഒരു രസമുള്ളൂന്നേ. ഇവിടെ ശീതോട്ടിക്ക് എന്റെ മോനും ഉപ്പുമാവ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഇഷ്ടമേ അല്ല. ഇപ്പൊ സമയം ഉച്ചയ്ക്ക് ഒരു 2-2:30 മണിയായെങ്കിലും രാവിലെ ഒരു 6 മണിക്ക് നമ്മൾ എണീറ്റാൽ എങ്ങനെ ഇരിക്കും അതുപോലെ അന്തരീക്ഷം കിടക്കുവാണേ. എന്ന് വെച്ചാൽ നല്ല മഴക്കോളുണ്ടെന്ന്. മഴയുടെ കാര്യം ഞാൻ പറഞ്ഞത് എങ്ങനെയോ പുള്ളിക്കാരൻ കേട്ടെന്ന് തോന്നുന്നു. ദേണ്ട മഴ നന്നായിട്ട് അർമാദിച്ച് പെയ്യുന്നുണ്ടേ. ഇവിടെ നിന്നിട്ട് അപ്പുറത്തുള്ള പറമ്പിലേക്ക് നോക്കുമ്പോ നല്ല കോടം മഞ്ഞിങ്ങനെ ഒഴുകി കിടക്കൂലേ, അതുപോലെ തോന്നുന്നു കേട്ടോ മഴ. കൊച്ചു പിള്ളേർക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഈ മഴയൊക്കെ നനയാൻ ഒരു പ്രത്യേക ഇഷ്ടമാണല്ലേ. ചീതൂട്ടി മഴ തുടങ്ങിയപ്പോഴേ പുറത്തിറങ്ങാൻ വേണ്ടി ഭയങ്കര ചാട്ടമായിരുന്നേ വെള്ളത്തിൽ കളിക്കാനായിട്ട്. അവള് വെള്ളത്തിൽ നനയുന്നതും പോരാഞ്ഞിട്ട് എന്റെ ദേഹത്തോട് വെള്ളം കോരി ഒഴിക്കുവാണേ ആള്. എന്തായാലും മഴ വെള്ളം ആവശ്യം പോലെ പാഴാവുന്നുണ്ട്. എന്നാ പിന്നെ കുറച്ച് വെള്ളം ചെടിയും കൂടെ കുടിച്ചോട്ടെ എന്ന് വിചാരിച്ചു. ഇതിനിടയ്ക്ക് വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയപ്പോ അമ്മ അരി അടുപ്പയിൽ ഇട്ടിട്ടുണ്ടേ രാത്രി കഴിക്കാനായിട്ട്. ഇവിടെ എല്ലാവരും രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നത് ഉച്ചയ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഇവിടെ ആരും അങ്ങനെ ചോറ് കഴിക്കാറില്ല കേട്ടോ. വൈകുന്നേരം ഒന്ന് പുറത്തിറങ്ങി പനിക്കൂർക്കയൊക്കെ നോയിക്കൊണ്ടിരുന്ന സമയത്ത് മോനും കെട്ടിയിട്ടുണ്ടേ സ്കൂളിൽ നിന്ന്. അവൻ വന്ന ഉടനെ ഒരു പഴം എടുത്ത് അകത്താക്കുകയാണ് ഗൈസ്. രാത്രിയിൽ കഴിക്കാൻ അമ്മ നല്ല അടിപൊളി ക്യാരറ്റ് തോരനും ചോറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. ചോറ് റേഷനറിയുടെ ആണ്, അതുകൊണ്ട് ഇച്ചിരി ഒന്ന് വെന്തുപോയി കേട്ടോ. എന്റെ അമ്മയെ ഇനിയാണ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ജോലി. ഇതേണ്ടേ ഒരു ലോഡ് തുണി ഇവിടെ വാരി കൂട്ടിയിട്ടിട്ടുണ്ടേ. ഇനി അതെല്ലാം പറക്കി കൂട്ടിക്കൊണ്ടുവന്ന് കഴുകി ഇടണം. എനിക്ക് അറിയാറായ പ്രായം മുതൽ എന്റെ മനസ്സിലുള്ളൊരു ആഗ്രഹമാണ് വാഷിംഗ് മെഷീൻ വാങ്ങിക്കണമെന്ന്. ഇത് ഇതുവരെ സാധിച്ചിട്ടേ ഇല്ല കേട്ടോ. എന്നും തുണി അലക്കാൻ ഇറങ്ങുന്ന സമയത്ത് വാഷിംഗ് മെഷീൻ മേടിക്കുന്ന കാര്യം ഞാൻ ആലോചിക്കും. പിന്നെ തുണിയെല്ലാം അലക്കി കഴിഞ്ഞ് പൈസയുടെ ബുദ്ധിമുട്ട് ആലോചിക്കുമ്പോൾ അത് വേണ്ടാന്ന് വെക്കും. പിറ്റേന്ന് പിന്നെ ഇത് തന്നെ റിപ്പീറ്റ് കേട്ടാ. ഈ തുണിയൊക്കെ ഇടുന്നതിന് മുന്നേ അലക്കണമെന്ന് കണ്ടുപിടിച്ചോണ്ട് വേണ്ട ഇതുപോലെ എടുത്തിട്ട് 2 അലക്കണം. അങ്ങനെ അലക്കലും മറ്റേ അല്ലറ ചില്ലറ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഞാനും ശീതൂട്ടി നേണ്ട കുളിച്ച് ഒരുങ്ങി വന്നിട്ടുണ്ടേ. ഇന്ന് എനിക്ക് പണികൾ ഒരുപാട് ഉണ്ടായിരുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു ശീതൂട്ടി രാവിലെ ഉറക്കം അടിച്ചിട്ട് ഇന്ന് ഇത്രയും സമയം വരെ ഉറങ്ങിയിട്ടേ ഇല്ല. ആള് ഭയങ്കര ആക്റ്റീവായിട്ട് നടപ്പുണ്ട് കേട്ടോ. പോയി കിടന്ന് ഉറങ്ങ വെച്ചേന്ന് പറഞ്ഞേന് അപ്പൊ തന്നെ എണീറ്റ് 2 ചാട്ടോ ചാടിയിട്ട് ദേണ്ട മറിഞ്ഞ് അവിടെ തന്നെ ഒരു കിടപ്പം പിടിച്ചോളൂ. ഇപ്പൊ ചെയ്തോട്ടേക്ക് പകലും ഉറക്കമില്ല രാത്രിയിലും ഉറക്കമില്ല. എന്റെ കാര്യം ഈ കണക്കിന് പോവുകയാണെങ്കിൽ അതോ ഗതിയാണ്. തുണിയുമായിട്ടുള്ള എന്റെ മത്സരം കഴിഞ്ഞപ്പോ ദേണ്ട അടുത്ത അമ്മ തുടങ്ങിയിട്ടുണ്ട് അലക്കാനായിട്ട്. രാവിലത്തെ ഒരു പപ്പടം ബാക്കി ഇരുന്നുകൊണ്ട് ശീതൂട്ടിക്ക് ചോറ് കൊടുക്കാന്ന് വിചാരിച്ചേ. ദേണ്ട ഈ സൈഡിൽ ഇരിക്കുന്ന തക്കാളി കറി അല്ല കേട്ടാ, അതിന്റെ പടമാണ് കേട്ടാ. ഒരുവിധം ഈ ഭൂമിയിലുള്ള സകലമാന കാക്കയുടെയും പൂച്ചയുടെയും പട്ടിയുടെയും എല്ലാം കഥകൾ പറഞ്ഞു കൊടുത്തിട്ടാണ് ഞാൻ ഒരു 2 ഉരുള ചോറ് ശീതൂട്ടിക്ക് കൊടുത്തത് കേട്ടോ. വൈകുന്നേരം മോനെ ട്യൂഷനൊക്കെ വിളിച്ചോണ്ട് വന്നപ്പോ അച്ഛൻ പാല് മേടിച്ചോണ്ട് വന്നായിരുന്നു. എന്നാ പിന്നെ ചായ ഇടാന്ന് വിചാരിച്ചു. മിക്കവാറും ഈ പാല് എന്നെ പറ്റിച്ച് പൊങ്ങി കളയാറുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ വിട്ടില്ല കേട്ടോ. നല്ല എരിവുള്ള മിച്ചറും നല്ല ചൂട് ചായയും. വൈകുന്നേരം ആയപ്പോ മിച്ചർ കഴിക്കാനൊരു മോഹം. അപ്പൊ അച്ഛനെ വിളിച്ചു പറഞ്ഞപ്പോ അച്ഛൻ വന്ന വഴിക്ക് മിച്ചറും മേടിച്ചിട്ടാണ് വന്നതേ. ഈ മിച്ചറും ചായയും കൂടെ തട്ടി വിടുന്നത് വൈകുന്നേരം 5 മണിക്കൊന്നും അല്ല കേട്ടോ, രാത്രി 8 മണിക്കാണ്. മിച്ചറും ചായയൊക്കെ കഴിച്ചിട്ട് വന്നപ്പോ അമ്മ അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നാളെ കാപ്പിക്കുള്ളത്. പിന്നെ അത് അരച്ചെടുക്കാന്ന് വിചാരിച്ചു. എന്റെ വീട്ടിലെ മിക്സി സാറ് വയസ്സായതുകൊണ്ടാണെന്ന് തോന്നുന്നു അരാനൊക്കെ ഭയങ്കര വൈക്ലഭ്യം. പാവം വയസ്സായില്ലേ, പല്ലൊക്കെ പോയിട്ടുണ്ടാവും. നാളെ രാവിലെ ഇഡ്ഡലിയും ചമ്മന്തിയാണെന്നാണ് അമ്മ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ നല്ല കട്ടിക്ക് അരച്ചു വെച്ചിട്ടുണ്ടേ. എനിക്ക് പൊതുവെ ഈ ചോറിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് രാത്രിയിൽ മാഗി വേറെ പച്ചക്കറിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ഒരു ക്യാരറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതല്ലെങ്കിലും പണ്ടേ ഉള്ളത് കൊണ്ട് ഓണം പോലെ ഒന്നാണല്ലോ. നേണ്ട ഞാൻ ഒരു ക്യാരറ്റ് ഇട്ട് മാഗി ഉണ്ടാക്കിയിട്ടുണ്ടേ, കൂടെ നല്ല ബുൾസൈയും. ഈ വീട്ടിലൊരു പ്രധാന പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇവിടെ മുട്ട ബുൾസൈ ഉണ്ടാക്കിയാലും ഓംലെറ്റ് ഉണ്ടാക്കിയാലും അവസാനം തോരനാവും. അച്ഛനും അമ്മയും കൂടെ സീരിയലും കണ്ടോണ്ട് രാത്രിയിൽ ചോറും മീൻകറിയും തട്ടുകയാണ് ഗൈസ്. ചെയ്തുകൂട്ടി അപ്പുറം അപ്പുറം ഓടി നടന്ന് നൈസായിട്ട് അവരുടെ പാത്രത്തിൽ നിന്ന് കൈയിട്ട് വരുന്നുണ്ടേ. വെളുപ്പാൻ കരുന്ന് പൂവൻ കോഴി കൂവുന്ന സമയത്ത് എടുത്ത കൊച്ചാണ്. ഇപ്പൊ ദേണ്ട രാത്രി 10 മണിയായിട്ട് ഉറങ്ങാതിരിക്കുകയാണ്. അങ്ങനെ ഞാനുണ്ടാക്കിയ മാഗി നൂഡിൽസും മുട്ട ബുൾസയും കൂടെ നടന്ന് ദേണ്ട എന്റെ റൂമിലേക്ക് പോവാണേ. ഞാൻ വരുന്നതിന് മുന്നേ ഒരാൾ ദേണ്ട ഇവിടെ ഇരുന്ന് തട്ടലും തുടങ്ങി കേട്ടോ. ഇതുകൂട്ടിക്ക് മാഗി നൂഡിൽസ് എടുത്ത് വായിൽ വെച്ച് കൊടുത്തപ്പോ ഇത് എന്ത് വള്ളിയാണ് അമ്മ എടുത്ത് വായിൽ വെച്ചതെന്ന് അവള് വായിന്ന് കയ്യിലെടുത്ത് വെച്ചിട്ട് നോക്കുന്നുണ്ടേ. അപ്പൊ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ സഹായിക്കണേ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും